ഹായ് സ്റ്റുഡൻസ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻ്റർനാഷണൽ ഫിനാൻസിലെ ഫോറിൻ എക്സ്ചേഞ്ച് എക്സ്പോഷർ എന്നുള്ള ചാപ്റ്ററാണ്. ഓക്കെ, സോ എന്താണ് ഫോറിൻ എക്സ്ചേഞ്ച് എക്സ്പോഷർ? ഫോറിൻ എക്സ്ചേഞ്ച് എക്സ്പോഷർ എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്താണ്? എക്സ്ചേഞ്ച് റേറ്റിനെ സംബന്ധിച്ചുള്ള റിസ്ക് ആണ് അല്ലേ. ഫോറിൻ എക്സ്ചേഞ്ച് എക്സ്പോഷർ എന്ന് പറഞ്ഞാൽ എന്താണ്? റിസ്ക് ആണ് അല്ലേ. എക്സ്പോഷർ മീൻസ് റിസ്ക് ആണ്. ദെൻ എക്സ്ചേഞ്ച് റേറ്റുമായി ബന്ധപ്പെട്ട് വരുന്ന റിസ്ക് ആണ് ഇതെന്ന് പറയുന്നത് ഫോറിൻ എക്സ്ചേഞ്ച് എക്സ്പോഷർ എന്ന് പറയുന്നത്. അത് അഫക്റ്റ് ചെയ്യുക ആരെ ആയിരിക്കും? ഇൻ്റർനാഷണലി ബിസിനസ് ചെയ്യുന്നവരെ ആയിരിക്കും അല്ലേ. ഇൻ്റർനാഷണൽ അല്ലെങ്കിൽ മറ്റുള്ള കൺട്രീസിൽ ബിസിനസ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നവരും അതുപോലെ എന്താണ് എക്സ്പോർട്ട് ഇമ്പോർട്ട് നടത്തുന്നവരെയൊക്കെ ആയിരിക്കും ഇത്തരത്തിൽ ഫോറിൻ എക്സ്ചേഞ്ച് എക്സ്പോഷർ എന്ത് ചെയ്യുക, അഫക്റ്റ് ചെയ്യുക. ഫോറിൻ എക്സ്ചേഞ്ച് എക്സ്പോഷർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റിലുണ്ടാകുന്ന വളാട്ടിലിറ്റി കൊണ്ട് ഉണ്ടാകുന്ന റിസ്ക്കാണ് ഫോറിൻ എക്സ്ചേഞ്ച് എക്സ്പോഷർ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് എന്താണെന്ന് നോക്കാം. വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട്, നമുക്ക് നോക്കാം. Exchange rate are very volatile. Moreover, exchange rate are not only volatile but also difficult to forecast. The uncertainty about the future value of exchange rate make uncertain the home currency, future value of home currency. Okay, then the value of multinational firms' cash flows. Okay, a change in the exchange rate may bring about a change in the value of an asset, liability and operating income. This is known as foreign exchange exposure. എന്താ പറഞ്ഞുള്ളത്? എക്സ്ചേഞ്ച് റേറ്റ് ഒരിക്കലും സ്റ്റാറ്റിക് അല്ല, അതെപ്പോഴും എന്താണ്? വൊളാറ്റിലിറ്റി അല്ലെങ്കിൽ വോളറ്റൈലാണ്, എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്കതൊരിക്കലും ഫോർകാസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇങ്ങനെ എക്സ്ചേഞ്ച് റേറ്റിൻ്റെ വാല്യൂവിലുണ്ടാകുന്ന ഫ്യൂച്ചർ വാല്യൂവിലുണ്ടാകുന്ന അൺസർട്ടൈൻ കൊണ്ട് തന്നെയാണ് ഹോം കറൻസീൻ്റെ വാല്യൂവും എന്താവുന്നത്? അൺസർട്ടൈൻ ആവുന്നത്. കാരണം എന്താണ്? നമ്മളെപ്പോഴും നമ്മളെ ഹോം കറൻസീൻ്റെ വാല്യൂ എങ്ങനെയാണ് കോട്ട് ചെയ്യുക? മറ്റൊരു കറൻസീൻ്റെ മറ്റൊരു കൺട്രീൻ്റെ വാല്യൂ വെച്ചുകൊണ്ടാണ് നമ്മളെപ്പോഴും എന്ത് ചെയ്യുക? ഹോം കറൻസീൻ്റെ വാല്യൂ കോട്ട് ചെയ്യുക അല്ലേ. ഓക്കെ, എന്താണ് ഈ ഒരു എക്സ്ചേഞ്ച് റേറ്റിൽ എല്ലാ സമയത്തും ചേഞ്ചസ് വരുന്നത് കൊണ്ട് തന്നെ നമുക്കൊരിക്കലും കറൻസി വാല്യൂ സർട്ടൈനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, എക്സ്ചേഞ്ച് റേറ്റിൽ എന്തെങ്കിലും രീതിയിൽ ചേഞ്ച് വന്നു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും? ആ കറൻസീൻ്റെ വാല്യൂവിനെ അഫക്റ്റ് ചെയ്യും. അതുപോലെ തന്നെ എന്താണ് ബിസിനസ് നടത്തുന്ന ഇൻ്റർനാഷണലി ബിസിനസ് നടത്തുന്ന കമ്പനികളുടെ അസറ്റിനെയും ലയബിലിറ്റീനെയും അവരുടെ ഓപ്പറേറ്റിംഗ് ഇൻകത്തിനെയൊക്കെ അത് അഫക്റ്റ് ചെയ്യും. ഓക്കെ, കാരണം എന്താണ്? ഇൻകം കിട്ടുന്നത് ചിലപ്പോൾ ഫോറിൻ കൺട്രിയിൽ നിന്നായിരിക്കാം. ഇൻ്റർനാഷണൽ ബിസിനസ്സൊക്കെ നടന്ന ആളുകളെ സംബന്ധിച്ച് അവർക്ക് ഇൻകം കിട്ടുന്നത് ഫോറിൻ കൺട്രിയിൽ നിന്നായിരിക്കും. അവർ എന്താണ് അവരുടെ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ കിട്ടുന്ന സമയത്ത് എഴുതിയിട്ടുള്ള വാല്യൂവിനെ ആയിരിക്കണം എന്നില്ല എന്താണ് ക്ലോസ് ചെയ്യുന്ന സമയത്ത്, ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ക്ലോസ് ചെയ്യുന്ന സമയത്ത് കറൻസീൻ്റെ റേറ്റ് എന്ന് പറയുന്നത്, എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത്. അവിടെയൊക്കെ എന്താണ് റിസ്കുകളുണ്ട് അല്ലേ, ലോസിനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, ഈ ഒരു ലോസിനുള്ള ചാൻസ് ഓഫ് ലോസിനെയാണ് എന്ന് പറയുന്നത് ഫോറിൻ എക്സ്ചേഞ്ച് എക്സ്പോഷർ എന്ന് പറയുന്നത്. ഓക്കെ, then Michael Adler and Bernard Dumans have defined foreign exchange exposure as the measure of the sensitivity of changes in the real domestic currency value of assets, liabilities or operating income to unanticipated changes in exchange rate. ഓക്കെ, എന്താ പറഞ്ഞിട്ടുള്ളത്? നമ്മുടെ ഡൊമസ്റ്റിക് കറൻസിയുടെ വാല്യൂ എന്താണ്? അസറ്റും അതുപോലെ അസറ്റ്, ലയബിലിറ്റി, ഓപ്പറേറ്റിംഗ് ഇൻകത്തിൻ്റെയൊക്കെ ഡൊമസ്റ്റിക് കറൻസിയിലുള്ള എന്താണ് വാല്യൂവും എത്രത്തോളം ഈ ഇത്തരത്തിലുള്ള അസറ്റിൻ്റെയും ലയബിലിറ്റീൻ്റെയും ഓപ്പറേറ്റിംഗ് ഇൻകത്തിൻ്റെയൊക്കെ വാല്യൂ, ഡൊമസ്റ്റിക് കറൻസിയിലുള്ള വാല്യൂ എത്ര കണ്ട് ചേഞ്ച് ചെയ്യുന്നുണ്ട്, എന്തിനോട്? എക്സ്ചേഞ്ച് റേറ്റിലുള്ള അൺആൻറ്റിസിപ്പേറ്റഡ് ചേഞ്ചസിനോട് എത്ര കണ്ട് എന്താണ് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് എന്തെന്ന് പറയുന്നത് ഫോറിൻ എക്സ്ചേഞ്ച് എക്സ്പോഷർ എന്ന് പറയുന്നത്. ഓക്കെ, എത്രത്തോളം ചേഞ്ച് ചെയ്യുന്നുണ്ടോ അത്രത്തോളം നമുക്ക് റിസ്ക് കൂടുകയാണ് ചെയ്യുന്നത് അല്ലേ. കാരണം എക്സ്ചേഞ്ച് റേറ്റ് ഓരോ പോയിൻ്റ് ചേഞ്ച് ചെയ്യുന്തോറും അത്രയും നമ്മൾ അസറ്റിലും ലയബിലിറ്റിയിലും ഇൻകത്തിലൊക്കെ എന്ത് വരികയാണ്? ചേഞ്ച് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇൻ ഷോർട്ട്, ഫോറിൻ എക്സ്ചേഞ്ച് എക്സ്പോഷർ ഓർ സിംപ്ലി
എക്സ്ചേഞ്ച് എക്സ്പോഷർ മീൻസ് ദ ഡിഗ്രി ടു വിച്ച് എ കമ്പനി ഈസ് അഫക്റ്റഡ് ബൈ ചേഞ്ചസ് ഇൻ എക്സ്ചേഞ്ച് റേറ്റ്. ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെ പറയാം, ഫോറിൻ എക്സ്ചേഞ്ച് എക്സ്പോഷർ അല്ലെങ്കിൽ എക്സ്ചേഞ്ച് എക്സ്പോഷർ എന്ന് പറയുന്നത് എന്താണ്, ഒരു കമ്പനി എത്രത്തോളം എന്താണ് ഒരു കമ്പനിയെ എത്രത്തോളം അഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്ത് എക്സ്ചേഞ്ച് റേറ്റ്, കറൻസീൻ്റെ എക്സ്ചേഞ്ച് റേറ്റിലുണ്ടാകുന്ന വളാറ്റിലിറ്റി അല്ലെങ്കിൽ ചേഞ്ചസ് ഒരു കമ്പനീനെ എത്രത്തോളം അഫക്റ്റ് ചെയ്യുന്നുണ്ട്, അതാണ് ഇവിടെ പറയുന്നത് എക്സ്ചേഞ്ച് ഫോറിൻ എക്സ്ചേഞ്ച് എക്സ്പോഷറിൽ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ എക്സ്ചേഞ്ച് റിസ്ക് ആൻഡ് എക്സ്ചേഞ്ച് എക്സ്പോഷർ. ഈവൻ നമ്മൾ എക്സ്ചേഞ്ച് റിസ്ക്കും എക്സ്ചേഞ്ച് എക്സ്പോഷറും സിനോണിമസ്ലി പറയുമെങ്കിലും അവിടെ ഒരു ചെറിയ ഡിഫറൻസ് ഉണ്ട്. ആക്ച്വലി എക്സ്പോഷർ എന്ന് പറഞ്ഞാൽ റിസ്ക് തന്നെയാണ്, പക്ഷേ രണ്ടും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. നമുക്കൊരിക്കലും ഫോറിൻ എക്സ്ചേഞ്ച് എക്സ്പോഷർ എന്നതിന് പകരമായിട്ട് ഫോറിൻ എക്സ്ചേഞ്ച് റിസ്ക് എന്ന് ഉപയോഗിക്കാനായിട്ട് പറ്റില്ല, ഇൻ്റർചേഞ്ചബിളി ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. ആ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. ആ ഡിഫറൻസ് ആണ് പറയുന്നത് sometimes foreign exchange risk is used synonymously with the foreign exchange exposure. This is not correct. Foreign exchange exposure arises due to firms' assets and liabilities denominated in currencies which are different from domestic currency. എപ്പോഴാണ് ഫോറിൻ എക്സ്ചേഞ്ച് എക്സ്പോഷർ ഉണ്ടാവുക, മറ്റു കൺട്രിയുമായിട്ട് എന്താണ് ട്രാൻസാക്ഷൻസ് നടത്തുന്ന സമയത്ത് മാത്രമാണ്, ഫോറിൻ കറൻസീൻ്റെ ട്രാൻസാക്ഷൻ വരുന്ന ബിസിനസ്സുകളിൽ മാത്രമാണ് എന്തുണ്ടാവുള്ളൂ, ഇത്തരത്തിൽ ഫോറിൻ എക്സ്ചേഞ്ച് എക്സ്പോഷർ അഫക്റ്റ് ചെയ്യുള്ളൂ. ഓക്കെ, ഡ്യൂ ടു ദ ഫ്ലക്ച്വേഷൻ ബിറ്റ്വീൻ ദ ഡേറ്റ് ഓൺ വിച്ച് ദ കോൺട്രാക്ട് ഈസ് കൺക്ലൂഡഡ് ആൻഡ് ദ സെറ്റിൽമെൻറ്റ് ഈസ് മെയ്ഡ്, ദ ഇഫക്റ്റ് ഈസ് വിസിബിൾ ഓൺ ദ firm's profit and loss. This exposure is called foreign exchange exposure. So foreign exchange exposure എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളിപ്പോൾ എക്സ്പോർട്ട് അല്ലെങ്കിൽ ഇമ്പോർട്ട് ചെയ്യുന്ന ഒരു എക്സാമ്പിൾ എടുക്കാം. എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഓക്കെ, എക്സ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളെ കൺട്രിയിലേക്ക് ഇമ്പോർട്ട് ചെയ്യണം, ഇറക്കുമതി ചെയ്യണം അല്ലേ. സോ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, പേയ്മെൻറ്റ് ഫോറിൻ കൺട്രിയിലേക്ക് പേയ്മെൻറ്റ് കൊടുക്കേണ്ടി വരും അല്ലേ. സോ അപ്പോഴൊക്കെ എന്ത് വരുന്നുണ്ട്, ഈ ഒരു ഫോറിൻ കറൻസീൻ്റെ എക്സ്ചേഞ്ച് റേറ്റിൽ ഡിഫറൻസ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നമ്മളെ എഫക്റ്റ് ചെയ്യും അല്ലേ. നമ്മളെ ഇന്ത്യൻ റുപ്പീൻ്റെ അപ്രീസിയേഷൻ സംഭവിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, കുറച്ച് എമൗണ്ട് കൊടുത്താൽ മതി. ഒരു ഡിപ്രീസിയേഷനാണ് സംഭവിക്കുന്നതെങ്കിൽ നമ്മൾ കൂടുതൽ എമൗണ്ട് കൊടുക്കേണ്ടി വരും. സോ അവിടെയൊക്കെ എന്തുണ്ട്, ഒരു റിസ്ക് ഉണ്ട് അല്ലേ. അതിനെയാണ് നമ്മളെന്ന് പറയുന്നത് ഫോറിൻ എക്സ്ചേഞ്ച് എക്സ്പോഷർ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ബട്ട് ഫോറിൻ എക്സ്ചേഞ്ച് റിസ്ക് മീൻസ് എനി അതർ റിസ്ക് അറൈസസ് ഡ്യൂ ടു ഡിഫറൻസ് ബിറ്റ്വീൻ ആക്ച്വൽ എക്സ്ചേഞ്ച് റേറ്റ് ആൻഡ് ദ എക്സ്പെക്റ്റഡ് എക്സ്ചേഞ്ച് റേറ്റ്. പക്ഷേ ഫോറിൻ എക്സ്ചേഞ്ച് റിസ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, ഫോറിൻ എക്സ്ചേഞ്ച് റിസ്ക് എന്നുള്ള ടേം കൊണ്ട് മീൻ ചെയ്യുന്നത് എന്താണ്, ആക്ച്വൽ എക്സ്ചേഞ്ച് റേറ്റും എക്സ്പെക്റ്റഡ് എക്സ്ചേഞ്ച് റേറ്റും തമ്മിലുള്ള ഡിഫറൻസ് ആണ് എന്ന് പറയുന്നത് ഫോറിൻ എക്സ്ചേഞ്ച് റിസ്ക് എന്ന് പറയുന്നത്. ഓക്കെ, മൗറിസ് ഡി ലെവി ഡിഫൈൻസ് ഫോറിൻ എക്സ്ചേഞ്ച് റിസ്ക് ആസ് ദ വാരിയൻസ് ഓഫ് ദ ഡൊമസ്റ്റിക് കറൻസി വാല്യൂ ഓഫ് അസറ്റ്സ്, ലയബിലിറ്റീസ് ഓർ ഓപ്പറേറ്റിംഗ് ഇൻകംസ് ദാറ്റ് ഈസ് ആട്രിബ്യൂട്ടബിൾ ടു അൺആൻറ്റിസിപ്പേറ്റഡ് ചേഞ്ചസ് ഇൻ ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ്. Okay, according to this definition, foreign exchange risk depends on the exposure as well as the variability of the unanticipated changes in the relevant exchange rate. Okay, so ഈ ഒരു ഡെഫിനേഷനിലൊക്കെ പറയുന്നത് എന്താണ്, ഫോറിൻ എക്സ്ചേഞ്ച് റിസ്ക് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, എക്സ്പോഷറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ റെലവൻറ്റ് എക്സ്ചേഞ്ച് റേറ്റിൽ ഡിഫറൻസ് വരുന്ന സമയത്തൊക്കെ വാരിയബിലിറ്റി വരുന്നതിനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരിക്കലും രണ്ടും എന്തല്ല, സെയിം അല്ല എന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് ടൈപ്സ് ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് എക്സ്പോഷറാണ് നെക്സ്റ്റ് പറയാനായിട്ട് പോകുന്നത്. സോ സാധാരണ രീതിയിൽ ഇൻ്റർനാഷണൽ ബിസിനസ് ഓപ്പറേഷൻസുകളിൽ എൻഗേജ് ചെയ്തിട്ടുള്ള ഫേമുകൾ 3 ടൈപ്പ് ഓഫ് എക്സ്പോഷേഴ്സാണ് ഫേസ് ചെയ്യാറ്. ട്രാൻസാക്ഷൻ എക്സ്പോഷർ, ട്രാൻസ്ലേഷൻ എക്സ്പോഷർ ആൻഡ് ഓപ്പറേറ്റിംഗ് എക്സ്പോഷർ. അതിൽ ഏറ്റവും ആദ്യം പറയുന്നത് ട്രാൻസാക്ഷൻ എക്സ്പോഷറാണ്. എന്താണ് ട്രാൻസാക്ഷൻ എക്സ്പോഷർ അല്ലെങ്കിൽ കൺവേർഷൻ എക്സ്പോഷർ എന്ന് നോക്കാം. ട്രാൻസാക്ഷൻ എക്സ്പോഷർ റെഫേഴ്സ് ടു ദ റിസ്ക് അസോസിയേറ്റഡ് വിത്ത് ചേഞ്ചസ് ഇൻ ദ എക്സ്ചേഞ്ച് റേറ്റ് ബിറ്റ്വീൻ ദ ഡേറ്റ് ഓഫ് ദ ട്രാൻസാക്ഷൻ ആൻഡ് ദ ഡേറ്റ് ഓഫ് ഇറ്റ്സ് settlement. It is concerned with changes in cash flows arising out of existing contractual obligations. The credit purchase and sales, borrowing and lending denominated in foreign currency, etc. are examples of transaction exposure.
സോ ട്രാൻസാക്ഷൻ എക്സ്പോഷറിൽ പറയുന്നത് എന്താണ്, ഈ ഒരു കോൺട്രാക്റ്റിലേക്ക് എൻ്റർ ചെയ്ത ഡേറ്റിലും ആ കോൺട്രാക്റ്റ് സെറ്റിൽ ചെയ്യുന്ന ഡേറ്റിലും എന്താണ് എക്സ്ചേഞ്ച് റേറ്റിലുള്ള ഫ്ലക്ച്വേഷൻസ് കൊണ്ട് നമ്മൾ ബിസിനസ്സിനുണ്ടായിട്ടുള്ള റിസ്കിനെയാണ് ട്രാൻസാക്ഷൻ എക്സ്പോഷർ എന്ന് പറയുന്നത്. ഇവിടെ നമ്മളെന്താണ് ഒരു കോൺട്രാക്റ്റ്, ഒരു ക്രെഡിറ്റ് പർച്ചേസ് അല്ലെങ്കിൽ സെയിൽസ് നടത്തുന്ന ഒരു കോൺട്രാക്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കണം. പക്ഷെ നമുക്ക് ക്രെഡിറ്റിനാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഇമ്പോർട്ട് ചെയ്തിട്ടുള്ളതെന്ന് വിചാരിക്കുക. സോ ക്രെഡിറ്റിന് ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, പേയ്മെൻറ്റ് കൊടുക്കുന്നില്ല. ഓക്കെ, സോ ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് പേയ്മെൻറ്റ് കൊടുക്കുന്നില്ല, മറ്റൊരു ഫ്യൂച്ചർ ഡേറ്റിലേക്കാണ് നമ്മളത് എന്ത് ചെയ്യുന്നത്, പേയ്മെൻറ്റ് പോസ്റ്റ്പോൺ ചെയ്യുന്നത്. സോ അത്തരം കേസിലൊക്കെ എന്താണ് ഈ ഒരു എക്സ്ചേഞ്ച് റേറ്റിൻ്റെ ഫ്ലക്ച്വേഷൻസ് കൊണ്ട് നമുക്ക് എന്ത് വരാം, ലോസ് വരാനുള്ള ചാൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഇതൊരു നമുക്ക് എക്സാമ്പിൾ വെച്ചിട്ട് ഒന്നുകൂടി ക്ലിയർ ആക്കാം. ഫോർ എക്സാമ്പിൾ, ആൻ ഇന്ത്യൻ എക്സ്പോർട്ടർ എൻറ്റേഴ്സ് ഇൻ ടു ആൻ എക്സ്പോർട്ട് ട്രാൻസാക്ഷൻ വിത്ത് എ ജാപ്പാനീസ് ഫേം അറ്റ് ദ വാല്യൂ ഓഫ് 50,000 yen. On the date of transaction, the exchange rate is 40 per yen. Therefore, the exporter hopes to receive 20 lakhs on the execution of the order. The order is executed after 3 months when the exchange rate moves to 35 per yen. That is, INR has appreciated. The exporter will receive 17.5 lakhs, therefore suffering a loss of 2.5 lakh. Such loss or gain arising out of exchange rate fluctuations when the foreign currency denominated transaction is settled and converted into the domestic currency is known as transaction exposure or conversion exposure. നോക്കൂ, ഈ ഒരു എക്സാമ്പിൾ നോക്കൂ. ഒരു ഇന്ത്യൻ എക്സ്പോർട്ടറാണ് അല്ലേ, അയാൾ എക്സ്പോർട്ട് നടത്തുകയാണ്. എക്സ്പോർട്ട് നമ്മളെന്താണ്, കയറ്റുമതി നടത്തുകയാണ്. ആരുമായിട്ടാണ് കയറ്റുമതി, ഏത് കൺട്രിയിലേക്കാണ്, ജാപ്പാനീസ് ഫേമിലേക്കാണ് കയറ്റുമതി ചെയ്യുന്നത്. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 50,000 yen ആണ് വാല്യൂ എന്ന് പറയുന്നത്. ഇനി ഈ ഒരു ട്രാൻസാക്ഷൻ നടക്കുന്ന സമയത്ത് എക്സ്ചേഞ്ച് റേറ്റ് നോക്കുക, എത്രയാണ്, 40 per yen ആണ്. ഓക്കെ, അതായത് എന്താണ് 40 per yen എന്ന് പറഞ്ഞാൽ ഒരു യെന്നിന് ഈക്വലാണ് എന്തെന്ന് പറയുന്നത്, ₹40 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എക്സ്പോർട്ട് നടത്തുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യും, പേയ്മെൻറ്റ് കിട്ടൂലേ. നമുക്ക് പേയ്മെൻറ്റ് കിട്ടുന്നത് എന്തിലായിരിക്കും, യെന്നിലായിരിക്കും പേയ്മെൻറ്റ് കിട്ടുക. സോ എന്താണ്, ഒരു yen എന്ന് പറയുന്നത് എത്രയാണ്, 40 rupees ആയിരിക്കും. ഓക്കെ, മനസ്സിലാക്കുക. ഇനി എന്താണ്, therefore the exporter hopes to receive 20 lakh on the execution of the order. സോ മൊത്തം എത്ര എമൗണ്ട് ആണ് ഈ ഒരു ഓർഡർ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് എക്സ്പോർട്ടർക്ക് കിട്ടുക, 50,000 yen വെച്ചിട്ട് എന്താണ് 40 per yen അല്ലേ. 50,000 വാല്യൂ ആണ് എന്ത് ചെയ്യുന്നത്, എക്സ്പോർട്ട് ചെയ്യുന്നത് അല്ലേ. അങ്ങനെ 50,000 into 40 എന്ന് പറഞ്ഞാൽ 20 lakh ആണ് എന്ത് ചെയ്യുന്നത്, 20 lakh ആണ് എക്സ്പോർട്ടർ കിട്ടുന്നത്. ഓക്കെ, ദ ഓർഡർ ഈസ് എക്സിക്യൂട്ടഡ് ആഫ്റ്റർ 3 months വെൻ ദ എക്സ്ചേഞ്ച് റേറ്റ് മൂവ്സ് ടു 35 per yen. അപ്പോൾ ശ്രദ്ധിക്കാം, ഇത്തരത്തിൽ ഇവരൊരു കോൺട്രാക്റ്റിലേക്ക് എൻ്റർ ചെയ്തിട്ട് 3 മാസത്തിന് ശേഷമാണ് ആ കോൺട്രാക്റ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, 3 മാസത്തിന് ശേഷം. ആ 3 മാസത്തിൻ്റെ അവസാനം എന്ത് സംഭവിക്കുകയാണ്, എക്സ്ചേഞ്ച് റേറ്റ് 35 per yen ആയി മാറുകയാണ്. ദാറ്റ് മീൻസ് 1 rupee എന്ന് പറയുന്നത് 1 yen എന്ന് പറയുന്നത് 35 rupeeക്ക് ഈക്വലായി മാറുകയാണ്. ദാറ്റ് മീൻസ് അവിടെ റുപ്പി അപ്രീസിയേറ്റ് ചെയ്തു. ഇനി എന്താണ്, ഒരു യെന്ന് കിട്ടണം എന്നുണ്ടെങ്കിൽ എത്ര, 35 രൂപ കൊടുത്താൽ നമുക്ക് ഒരു യെന്ന് കിട്ടും. നേരത്തെ നമ്മൾ 40 രൂപ കൊടുക്കണമായിരുന്നു, ഇപ്പോൾ 35 രൂപ കൊടുത്താൽ നമുക്ക് ഒരു യെന്ന് കിട്ടും. ദാറ്റ് മീൻസ് എന്താണ്, നമ്മൾ കറൻസി, ഹോം കറൻസി അല്ലെങ്കിൽ റുപ്പീൻ്റെ വാല്യൂ അപ്രീഷിയേറ്റ് ചെയ്തു. ഓക്കെ, സോ ഇവിടെ ദ എക്സ്പോർട്ടർ വിൽ റിസീവ് 17.50 lakh. ശ്രദ്ധിക്കുക, നേരത്തെ നമ്മൾ എത്ര റിസീവ് ചെയ്തിട്ടുണ്ടായിരുന്നു, 50,000 into 40 20 lakh റിസീവ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം നമ്മൾ എത്ര മാത്രമേ നമുക്ക് കിട്ടുള്ളൂ, അതായത് എന്താണ് 35, ഒരു യെന്നിന് ഈക്വൽ ആയത് 35 റുപ്പിയാണ് അല്ലേ. സോ അങ്ങനെ നമുക്ക് 35 into 50,000 എത്രയാണ് വരിക, 17.50 lakh അല്ലേ. 17.50 lakh ആണ് നമുക്ക് എക്സ്പോർട്ടർക്ക് ഇപ്പം കിട്ടുന്നത്. ദാറ്റ് മീൻസ് 2.50 ലാക്കിൻ്റെ ഒരു ലോസ് അവിടെ സംഭവിച്ചു.
ആ ലോസ് എന്തുകൊണ്ട് വന്നതാണ്? എക്സ്ചേഞ്ച് റേറ്റിലുണ്ടായ ഫ്ലക്ച്വേഷൻസ് കൊണ്ട്, നമ്മുടെ റുപ്പി വാല്യൂ അപ്രീഷിയേറ്റ് ചെയ്തത് കൊണ്ടാണ് എക്സ്പോർട്ടർക്ക് അത്തരത്തിലൊരു ലോസ് ഉണ്ടായത്. ഓക്കെ, ഇത്തരത്തിൽ ഇങ്ങനെ റുപ്പി വാല്യൂ അല്ലെങ്കിൽ ഫോറിൻ കറൻസി ഡിനോമിനേറ്റഡ് ട്രാൻസാക്ഷനെ നമ്മൾ ഡൊമസ്റ്റിക് കറൻസിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സമയത്തുണ്ടാവുന്ന എക്സ്പോഷർ അല്ലെങ്കിൽ റിസ്കിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ട്രാൻസാക്ഷൻ എക്സ്പോഷർ അല്ലെങ്കിൽ കൺവേർഷൻ എക്സ്പോഷർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതിലൊരു എക്സാമ്പിളും കൂടി ഉണ്ട്. എക്സാമ്പിൾ നോക്കാം. ഇന്ത്യൻ കമ്പനി ഹാസ് എക്സ്പോർട്ടഡ് ഗുഡ്സ് വർത്ത് $5 million to a US firm payable 3 months from now. At the same time, it has purchased from the same US firm for $3 million payable in the next 3 months. The spot rate is $bar Indian rupee 70. What is the transaction exposure of the Indian company? Suppose the INR appreciate against the US dollar and the exchange rate become $bar INR 69 in 3 months period. What is the transaction loss to the Indian company? So ഇവിടെ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഒരേ സമയം ഇന്ത്യൻ കമ്പനി US ഫേമിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്, അതേസമയം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? സെയിം US കമ്പനിയിൽ നിന്ന് ഇമ്പോർട്ടും ചെയ്യുന്നുണ്ട്. ശ്രദ്ധിക്കുക, എക്സ്പോർട്ടും ഇമ്പോർട്ടും ഒരേ സമയം സംഭവിക്കുന്നുണ്ട്, ഒരേ കൺട്രിയിൽ നിന്ന്. ഓക്കെ, സോ എക്സ്പോർട്ട് ചെയ്യുന്നതിൻ്റെ വാല്യൂ $5 million ആണ്, ഇമ്പോർട്ട് ചെയ്യുന്നതിൻ്റെ വാല്യൂ $3 million ആണ്. അപ്പോഴത്തെ കറൻസി എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത് 70 ആണ്. ഓക്കെ, അത് ശ്രദ്ധിക്കുക. അതായത് $bar INR 70 എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു $ന് ഈക്വലാണ് ₹70 എന്ന് പറയുന്നത്. സോ അവിടെ നെറ്റ് എക്സ്പോഷർ എന്ന് പറയുന്നത് എത്രയാണ്? ഫസ്റ്റ് കേസിൽ നെറ്റ് എക്സ്പോഷർ എന്ന് പറയുന്നത് ഇൻഫ്ലോസ് മൈനസ് ഔട്ട്ഫ്ലോസ് ആണ്, അല്ലേ? അതായത് 5 lakh നമ്മൾ എന്ത് ചെയ്യണം? 5 lakh നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടും, പകരം നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ 3 lakh അങ്ങോട്ട് കൊടുക്കണം, അല്ലേ? സോ $5 million മൈനസ് $3 million എന്ന് പറയുന്നത് എത്രയാണ്? $2 million ആണ് നെറ്റ് എക്സ്പോഷർ എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഇന്ത്യൻ റുപ്പിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് ഇന്ത്യൻ റുപ്പീൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 70 ആണ്, അല്ലേ? സോ 70 × 2 million എത്ര കിട്ടും? ഇന്ത്യൻ റുപ്പി 140 million. ഓക്കെ, അത് നമ്മൾ ഇന്ത്യൻ റുപ്പിയിലേക്ക് ആക്കിയപ്പോൾ നമുക്ക് 140 million ആണ് നെറ്റ് എക്സ്പോഷർ എന്ന് പറയുന്നത്. ഇനി ശ്രദ്ധിക്കുക, എങ്ങനെയാണ് പിന്നീട് എന്ത് ചെയ്തു? 3 മാസം കഴിഞ്ഞപ്പോൾ എന്തുണ്ടായിട്ടുണ്ട്? ഈ ഒരു എക്സ്ചേഞ്ച് റേറ്റ് 69 ആയിട്ടുണ്ട്, അല്ലേ? എക്സ്ചേഞ്ച് റേറ്റിൽ വോളാറ്റിലിറ്റി വന്നിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഇന്ത്യൻ റുപ്പീൻ്റെ എക്സ്ചേഞ്ച് റേറ്റ് അപ്രീഷിയേറ്റ് ചെയ്തു, $ൻ്റെ എക്സ്ചേഞ്ച് റേറ്റ് ഡിപ്രീസിയേറ്റ് ചെയ്തു, അല്ലേ? സോ ഇവിടെ നമ്മൾ എങ്ങനെയാണ് ട്രാൻസാക്ഷൻ ലോസ് കണ്ടുപിടിക്കുക? 69 ആണ്, അതായത് 69 രൂപ കൊടുത്താലാണ് നമുക്ക് എന്ത് കിട്ടുക? ഒരു $. കിട്ടുക. സോ അവിടെ ട്രാൻസാക്ഷൻ ലോസ് എന്ന് പറയുന്നത് 140 ആയിരുന്നു നേരത്തെ കിട്ടേണ്ടിയിരുന്നത്, അല്ലേ? 140 × 70 മൈനസ് 69 ഡിവൈഡഡ് ബൈ 70. ഓക്കെ, 70 എന്ന് പറയുന്നത് എന്താണ്? 70 എന്ന് പറയുന്നത് ഇന്ത്യൻ റുപ്പീൻ്റെ എക്സ്പോഷർ ഇൻ ടേംസ് ഓഫ് ഇന്ത്യൻ റുപ്പിയാണ് എന്തെന്ന് പറയുന്നത്? അതായത് എക്സ്ചേഞ്ച് റേറ്റാണ് 70 എന്ന് പറയുന്നത്, ആദ്യത്തെ എക്സ്ചേഞ്ച് റേറ്റാണ് 70 എന്ന് പറയുന്നത്. 69 എന്ന് പറയുന്നത് ഇപ്പോഴത്തെ എക്സ്ചേഞ്ച് റേറ്റ് ആണ്, അല്ലേ? സോ 140 × 70 മൈനസ് 69 ഡിവൈഡഡ് ബൈ 70 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ട്രാൻസാക്ഷൻ ലോസ് കിട്ടും. അതെത്രയാണ്? 2 million ഇന്ത്യൻ റുപ്പിയാണ് ട്രാൻസാക്ഷൻ ലോസ് എന്ന് പറയുന്നത്. ഓക്കെ, അത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്.